ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു ബിസ്ക്കറ്റ് ഉണ്ടാക്കിയാലോ. ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ബിസ്ക്കറ്റ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഇതുവരേക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് കുക്കിങ്ങിലോട്ട് കിടക്കാം. ആദ്യമായി ഈ ബിസ്ക്കറ്റ് ഉണ്ടാക്കാൻ ഞാൻ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. 240 ml ഒരു കപ്പിൻ്റെ അളവിലാണ് ഞാൻ പറയുന്നത്. ഇനി അതിലോട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് 2 നുള്ള ഉപ്പും കൂടെ ചേർത്ത് ഇവയെല്ലാം കൂടെ നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിൽ ഞാൻ 1/4 കപ്പ് നെയ്യ് എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1/4 കപ്പ് തന്നെ പൊടിച്ച പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇവ രണ്ടും കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫോർക്കോ വിസ്കോ വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്തെടുത്താൽ മതി. ഞാനിവിടെ ഫോർക്ക് വെച്ചിട്ട് തന്നെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇവിടെ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മൈദയും ബേക്കിംഗ് പൗഡറും ഉപ്പിട്ട് മാറ്റി വെച്ച ആ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് ജസ്റ്റ് ഒന്ന് അരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇവയെല്ലാം കൂടെ നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ചപ്പാത്തി മാവ് പോലെ കുഴച്ചെടുക്കണം. പാൽ ഉപയോഗിച്ചിട്ടാണ് ഞാനിത് കുഴച്ചെടുക്കുന്നത്. ആദ്യം ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. കുറേശ്ശെയായി പാലൊഴിച്ച് കുഴച്ചെടുത്താൽ മതി. നമുക്കത് ചപ്പാത്തി മാവിനേക്കാൾ ഒന്നും കൂടി ടൈറ്റായിട്ട് വേണം കുഴച്ചെടുക്കാൻ. അത്ര തന്നെ ലൂസാവണ്ട. അതുകൊണ്ട് കുറേശ്ശെ പാലൊഴിച്ചിട്ടാണ് ഞാൻ കുഴക്കുന്നത്. ആദ്യം 2 ടേബിൾ സ്പൂൺ ചേർത്തു. ഇപ്പോൾ വീണ്ടും ഞാൻ 2 ടേബിൾ സ്പൂൺ ചേർത്തു. ഇനി നമുക്കിതൊന്ന് കുഴച്ച് നോക്കാം. എന്നിട്ട് ഇനി വേണമെങ്കിൽ പാൽ നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നല്ല ടൈറ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ കൂടെ ഞാൻ പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഞാൻ 5 ടേബിൾ സ്പൂൺ പാലാണ് ഈ ഒരു കൂട്ടിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇത്രയും മതിയാവും. ഇതിലിപ്പോൾ വെള്ളത്തിൻ്റെ അളവൊക്കെ കറക്റ്റായി വന്നിട്ടുണ്ട്. മാവ് നല്ലതുപോലെ കുഴഞ്ഞ് വന്നിട്ടുമുണ്ട്. ചപ്പാത്തി മാവിനേക്കാൾ ഒന്നും കൂടി ഒന്ന് ടൈറ്റായിട്ട് കുഴച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ബിസ്ക്കറ്റ് ഉണ്ടാക്കാൻ നോക്കാം. അതിനു വേണ്ടി ചെറിയൊരു ബോൾ എടുത്തിട്ട് കൈവെള്ളയിൽ വെച്ച് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം. ഒരുപാട് കനം കുറഞ്ഞു പോവരുത്. ഇനി ഇതിന് മുകളിൽ ഞാൻ ചെറിയൊരു ഡിസൈൻ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ സെൻറ്ററിൽ നോസിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് ചുറ്റോരം ഫോർക്ക് കൊണ്ട് മെല്ലെ ഒന്ന് പ്രസ് ചെയ്ത് ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെയായി നമ്മുടെ ബിസ്ക്കറ്റ്. ഇപ്പോൾ ബാക്കിയുള്ള ബിസ്ക്കറ്റുകളും ഞാനിവിടെ പരത്തി ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു കുക്കറിൽ ഉപ്പിട്ട് അതിന് മുകളിൽ ഒരു തട്ടും വെച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിൽ ഓയിൽ കുറച്ച് സ്പ്രെഡ് ചെയ്ത് അതിൽ ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. കുറച്ച് ഗ്യാപ്പ് ഇട്ട് വെക്കണം. നിങ്ങളുടെ കയ്യിൽ വലിയ പാത്രമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരൊറ്റ ട്രിപ്പിൾ തന്നെ ഇത് ചെയ്തെടുക്കാം. എനിക്കിതൊരു ട്രിപ്പിൾ ചെയ്തെടുക്കാൻ പറ്റിയിട്ടില്ല. നിങ്ങൾക്കിത് ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് പകരം നിങ്ങൾക്ക് അടിയിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടും നിങ്ങൾക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഇനി ഞാനിത് പ്രീ ഹീറ്റ് ചെയ്ത കുക്കറിലോട്ട് ഇറക്കി ബേക്ക് ചെയ്യാൻ വെക്കുന്നുണ്ട്. 45 മിനിറ്റ് വെച്ചിട്ടാണ് ഞാനിത് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ 45 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ബിസ്ക്കറ്റുകളെല്ലാം ഞാനിതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, ഇത് ചൂടോടെ തന്നെ ബേക്ക് ചെയ്ത പാത്രത്തിൽ നിന്ന് മാറ്റരുത്. നന്നായി ചൂടാറിയതിന് ശേഷം മാത്രമേ നമുക്കിത് പാത്രത്തിലോട്ട് മാറ്റാം. ചൂടാറിയാലേ ഇതൊരു ഹാർഡായി വരുള്ളൂ, അല്ലെങ്കിൽ നല്ല സോഫ്റ്റായിരിക്കും. അതുകൊണ്ടാണ് ചൂടാറണമെന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ എല്ലാ ബിസ്ക്കറ്റുകളും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഓയിൽ ചേർത്ത് കൊടുത്താലും മതി. ഇപ്പോൾ ഞാനിവിടെ 1/4 കപ്പ് നെയ്യാണ് ചേർത്ത് കൊടുത്തത്. അതിന് പകരം നിങ്ങൾക്ക് 1/4 കപ്പ് ഓയിൽ ചേർത്ത് കൊടുത്താലും മതി. നെയ്യാവുമ്പോൾ ഒന്നുകൂടെ ഒന്ന് ടേസ്റ്റ് ഉണ്ടാവുമെന്ന് മാത്രം. അപ്പോൾ നമ്മുടെ ഈ ബിസ്ക്കറ്റ് തീർച്ചയായും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റായി അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്.
പിന്നെ നിങ്ങൾ ഇതുവരേക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.